നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ മഹാബലേശ്വര ക്ഷേത്രം പ്രാണലിംഗം എന്ന പേരിലും ആത്മലിംഗം എന്ന പേരിലും ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നു. 108 ശിവാലയങ്ങളിലെ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കൂടിയാണ് ഗോകർണം. ശിവഭക്തയായിരുന്ന കൈകസി വെച്ച് ആരാധിച്ചിരുന്ന ശിവലിംഗ പ്രതിഷ്ഠയെ ദേവേന്ദ്രൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ വിഷമം മകനായ രാവണനോട് കൈകസി ഉണർത്തിച്ചു. അതിന് പ്രകാരം കൈലാസത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി രാവണൻ തപസ്സാരംഭിച്ചു. ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. രാവണൻ 2 വരങ്ങളാണ് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, തൻ്റെ അമ്മയ്ക്ക് വെച്ചാരാധിക്കാനായി ഒരു ശിവലിംഗം, മറ്റൊന്ന് ഉമാദേവിയേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീ. ഭക്തവത്സലനായ പരമശിവൻ രാവണൻ്റെ 2 ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. ആത്മാവിൽ നിന്ന് പ്രാണലിംഗവും ഉമാദേവിയും രാവണന് സമ്മാനിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഇവ രണ്ടും തറയിൽ വയ്ക്കാൻ പാടില്ല എന്ന്. ആത്മലിംഗം തലയിലും ഉമാദേവി തോളിലുമേറ്റി രാവണൻ മുന്നോട്ട് നടന്നു. മഹാവിഷ്ണു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. രാവണൻ കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് എതിരെ വന്ന ബ്രാഹ്മണൻ പൊട്ടിച്ചിരിച്ചു. തോളിലിരിക്കുന്ന ആരാന്നാ പറഞ്ഞത്? രാവണൻ പറഞ്ഞു, ഉമാദേവി. ഇതാണോ ഉമാദേവി? തിരിഞ്ഞു നോക്കുമ്പോൾ ഭീകരരൂപിയായ ഒരു സ്ത്രീ. രാവണൻ അപ്പം തന്നെ ആ സ്ത്രീയെ താഴേക്ക് വെച്ചു, മുന്നോട്ട് നടന്നു. ഈ സമയം ബ്രാഹ്മണ വേഷം പൂണ്ട ഗണപതി ഒരു പറ്റം ഗോക്കളുമായി രാവണന് മുന്നിലേക്ക് നടന്നു വന്നു. ബ്രാഹ്മണനെ കണ്ടതും രാവണന് ആശ്വാസമായി. കാരണം സന്ധ്യാവന്ദനത്തിനുള്ള സമയമായി. തനിക്ക് ലഭിച്ച ആത്മലിംഗത്തെ എതിരെ ഗോക്കളുമായി വന്ന ബ്രാഹ്മണൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സന്ധ്യാസ്നാനത്തിനായി അറബിക്കടലിലേക്ക് പോയി രാവണൻ. തിരികെ വരുമ്പോൾ ഗോക്കളുമായി വന്ന ബ്രാഹ്മണൻ നടന്നകന്നു കഴിഞ്ഞു. ഒടുവിൽ കണ്ട ഗോവിൻ്റെ കർണങ്ങളിലേക്ക് കടന്നു പിടിച്ചു രാവണൻ. ആ കർണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നു. ഗോവിൻ്റെ കർണം വിനടം പിന്നീട് ഗോകർണമായി മാറി. താൻ കൊണ്ടുവന്ന ആത്മലിംഗം അന്വേഷിച്ച രാവണൻ കണ്ടത് തറയിലിരിക്കുന്ന ശിവലിംഗത്തെയാണ്. എത്ര ശ്രമിച്ചിട്ടും തനിക്കൊന്ന് അനക്കാൻ പോലും കഴിയാതിരുന്ന ആ പ്രതിഷ്ഠ തന്നേക്കാൾ ബലവാനായ മറ്റൊരാളായി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് രാവണന് ബോധ്യം വന്നു. പിന്നീട് അവിടം മഹാബലേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെട്ടു.